20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. എയിംസ് അക്കാദമി, ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, CD ടവർ, ഗ്രൗണ്ട് ഫ്ലോർ, കാലിക്കറ്റ്. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് നടപടി തുടങ്ങി. തിരുവനന്തപുരത്ത് 31-ന് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേരും. PV അൻവർ MLA, ലാൻഡ് റവന്യൂ കമ്മീഷണർ, കളക്ടർ, മരാമത്ത് സെക്രട്ടറി, ചീഫ് എഞ്ചിനീയർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. നിലമ്പൂർ ബൈപ്പാസിന് ഏറ്റെടുക്കാൻ ബാക്കിയുള്ള ഭൂമിയുടെ രേഖകളുടെ പരിശോധന നിലമ്പൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ 29-ന് തുടങ്ങും. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെ 6 കിലോമീറ്റർ ദൂരത്തിലാണ് നിർദ്ദിഷ്ട ബൈപ്പാസ്. ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് മുതുകാട് റോഡ് വരെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. മുതുകാട് റോഡ് മുതൽ കുട്ടായി വൈദ്യർ റോഡ് വരെ 29-ന് 10 മുതൽ 2 വരെയും തുടർന്ന് മുക്കട്ട വരെ വൈകിട്ട് 4 വരെയും രേഖകൾ പരിശോധിക്കും. 30-ന് 10 മുതൽ 12 വരെ മുക്കട്ട മുതൽ മയ്യന്താനി, 2 മുതൽ 4 വരെ വെളിയന്തോട് വരെയും രേഖകൾ പരിശോധിക്കും. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി നിലമ്പൂരുകാരുടെ സ്വപ്നമാണ് ബൈപ്പാസ് റോഡ്. ഭൂവുടമകൾക്ക് കൈമാറുന്നതിനുള്ള ഫണ്ട് ലഭ്യമാകുന്നതിൽ ധനവകുപ്പ് കാണിക്കുന്ന അനാസ്ഥയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കാര്യമായ ഇടപെടൽ നടത്താത്തതുമാണ് പ്രവൃത്തി പുനരാരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കിയത്. പ്രവൃത്തി വേണ്ട പോലെ മുന്നോട്ടു പോകാത്തതിനെ തുടർന്ന് പ്രവൃത്തിയുടെ ചുമതലയിലുണ്ടായിരുന്ന കരാറുകാരൻ പിന്മാറാൻ കാരണമായത്. സർക്കാർ തലത്തിൽ നടപടി ശക്തമാക്കിയാൽ LDF ഭരണകാലത്ത് തന്നെ ബൈപ്പാസ് യാഥാർത്ഥ്യമാകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.